ഹായ് ഗൈസ്, രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഇൻസ്റ്റയിൽ ആദ്യം കണ്ടത് വാഴ 3യുടെ പോസ്റ്ററാണ്. അപ്പോൾ അതിൽ ഈ മോളിലിരിക്കുന്ന ചെറിയൊരു കാര്യം, ബയോപിക് ഓഫ് മില്യൺ ഗേൾസ്, അതെന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത്. കാരണം ഒരു 2 days മുന്നേ ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ചുള്ളൂ. അതായത് ബോയ്സിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ മൂവീസ് ഉണ്ട്, പക്ഷേ ഗേൾസിന് റിലേറ്റബിൾ ആയിട്ടുള്ള മൂവീസ്, അവരുടെ ബ്രേക്കപ്പ്, അവരുടെ സ്കൂൾ ഡേയ്സ്, കോളേജ് ഫ്രണ്ട്സ്, ഇതിനൊന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നൊട്ട് മൂവീസ് നമുക്ക് നിലവിലില്ല. അപ്പം ഞാൻ ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര ടച്ചായി. പക്ഷെ അതിൻ്റെ കോമൻസ് എടുത്ത് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ ഫുൾ നെഗറ്റീവ്. ലൈക്ക് ഇവർക്കൊക്കെ എന്ത് കഥ പറയാനുള്ള, ഗോസിപ്പല്ലാതെ ഇനിയിപ്പോൾ സീരിയൽ കാണുന്ന പോലെ ആയിരിക്കും എന്നൊക്കെ ഞാൻ കുറേ കമൻറ്റ് ഉണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് എല്ലാവരും വിചാരിച്ചു വെച്ചേക്കുന്നത്, ഗേൾസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോസിപ്പ് പറയാനും മേക്കപ്പിനെ പറ്റി പറയാനും മാത്രം സംസാരിക്കാനുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ നിങ്ങളൊരു ഗ്രൂപ്പ് എടുത്തു, ഒരു ഗേൾസിൻ്റെ ഗ്രൂപ്പ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, A to Z ഉള്ള എല്ലാ കാര്യവും അതിലുണ്ടാവും. റിലേഷൻഷിപ്സ്, അഡ്വൈസസ്, സ്പോർട്സ്, സിനിമ, കാർസ്, ഫ്രണ്ട്സ്, ബോയ്സ്, മേക്കപ്പ്, ഡ്രസ്സ്, ഗോസിപ്പ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നടക്കാതെ പോയ, പിറക്കാതെ പോയ കുറേ ട്രിപ്പുകൾ. കുറേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ട്രിപ്പ്, പക്ഷെ ഒറ്റെണ്ണത്തിനെ വീട്ടിൽ വിട്ടുണ്ടാവില്ല. അത് അങ്ങേയറ്റത്തെ പ്ലാനിങ് ആയിരിക്കും. ഹിമാലയം, കുളുമണാനൊക്കെ ആയിരിക്കും പ്രോബ്ലം പ്ലാൻസ് ഉണ്ടായത്. ശരിയാണ്, ഞങ്ങൾക്ക് ബോയ്സിൻ്റെ പോലെ പറയാനായിട്ട് ലൈക്ക് ക്ലാസ് കഴിഞ്ഞ് പോയി തല്ലുണ്ടാക്കുന്നതിനെ പറ്റിയോ, ക്ലാസ് കഴിഞ്ഞ് പോയി ചായ കുടിക്കാൻ പറ്റിയോ, അതിനെപ്പറ്റി ഒന്നും റിലേറ്റബിൾ ആയിട്ട് ഞങ്ങൾക്കൊന്നുമില്ല. അത്രയ്ക്കും ഒന്നും ചെയ്യാനായിട്ട് ഞങ്ങളൊന്നും സമ്മതിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ സ്കൂൾ ടൈം, സ്പെഷ്യലി എനിക്കൊക്കെ എൻ്റെ സ്കൂൾ ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്, സ്പെഷ്യലി എൻ്റെ +1 +2 ടൈം. ചെയ്ത് കൂട്ടാത്ത പരിപാടികളും തോന്നിയാസങ്ങളും ഇല്ല. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ ഫ്രണ്ട്സിന് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കോൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് പറഞ്ഞ് സംസാരിക്കുന്നതിനെ പറ്റിയാണ്. ഭയങ്കര റിഫ്രഷിംഗ് ആണ് ഈ കാര്യങ്ങളെയൊക്കെ പറ്റി ആലോചിക്കാൻ തന്നെ. സോ ഫൈനലി someone took the effort to show the or portray the girls' life, അവരുടെ ഫീലിങ്സ് ഒക്കെ ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് റിലേറ്റബിൾ ആയിട്ടുള്ളൊരു മൂവി ക്രിയേറ്റ് ചെയ്യാൻ ആരെങ്കിലൊക്കെ ഒരു അറ്റംപ്റ്റ് എടുത്തു എന്നുള്ളതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ആൻഡ് താങ്ക് യു വാഴ ടീം, ആൻഡ് ഓൾ ദി ബെസ്റ്റ് വാഴ 3 ടീം ഫോർ യുവർ സക്സസ്.